ഈ ഒരു ബുക്ക് ഷെൽഫ് പലപ്പോഴും എൻ്റെ വീട്ടിൽ കാണുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയുണ്ടെന്ന്. ഇതിനെക്കുറിച്ച് എനിക്ക് ചില ഗുണങ്ങളും ഉണ്ട്, ചില ദോഷങ്ങളും ഉണ്ട്. അത് രണ്ടും മനസ്സിലാക്കിയിട്ട് മാത്രം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതി. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് വെറും 417 രൂപയാണ്. പക്ഷേ അതിന് മുൻപ് ഇതൊന്ന് കേട്ടിട്ട് നിങ്ങൾ വാങ്ങിയോളൂ. ഈ ഒരു ബുക്ക് ഷെൽഫ് നമ്മൾ തന്നെ അസംബിൾ ചെയ്തെടുക്കണം കേട്ടോ. ബോക്സിൽ അതിനുള്ള മാനുവലും അതിനുള്ള ഐറ്റംസൊക്കെ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ റോഡും അതിന് വേണ്ടിയുള്ള കവറിങ്ങിന് വേണ്ടിയുള്ള മെറ്റീരിയലും പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ അത് ഫിക്സ് ചെയ്യാനുള്ള ഹോൾഡറും ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൽ ആകെ എനിക്കൊരു പ്രോബ്ലം തോന്നിയത് ഈ ഒരു കവറിങ്ങിന് തന്ന മെറ്റീരിയലാണ്. ഇത് ഭയങ്കര കനം കുറവാണ്. കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കീറാനായിട്ട് തുടങ്ങി. അതാണ് എനിക്കിതിൻ്റെ ഒരു ഫോൾട്ട് തോന്നിയത്. ഇതിന് പകരം കട്ടിയുള്ള തുണി എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഈ ഒരു റോഡ് സ്റ്റീലിൻ്റെ റോഡായതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സ്ട്രോങ്ങുമാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ റോഡുള്ളത് വരുന്നുണ്ട്, അത് വാങ്ങാതിരിക്കുന്നതാവും നല്ലത്. പിന്നെ ഇതിൻ്റെ ഹോൾഡറാണ് ഇത് ഫിക്സ് ചെയ്യാനുള്ളത്, അതും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഫുള്ള് നമ്മൾ സ്വന്തമായിട്ട് ഫിക്സ് ചെയ്തെടുക്കണം. അതുകൊണ്ട് മാനുവലിൽ നോക്കി കറക്റ്റായിട്ട് ചെയ്തെടുക്കണം. മിസ്റ്റേക്ക് പറ്റിയാൽ ഇത് പിന്നെ ഊരിയെടുക്കാൻ കുറച്ച് പണിയാണ്, കാരണം നല്ല ടൈറ്റായിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. ഇതിന് കവറിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഇതിൽ കൂടെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കീറിപ്പോയിന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ഈ ഒരു പേപ്പർ ഫുള്ളായിട്ട് മാറ്റിയിട്ട് ഈ ഒരു സ്റ്റാൻഡ് പ്ലെയിൻ ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. ഇതിൽ ബുക്ക് വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഐറ്റംസ് വെക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം. ഈ ഒരു ഷെൽഫ് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ 4 ബോക്സസ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഇതിൽ 4 തട്ടുകളിൽ ഏറ്റവും താഴത്തെ തട്ടിലാണ് നമ്മൾ വെയിറ്റ് കൂടുതൽ വെക്കേണ്ടത്. മുകളിൽ ഏറ്റവും മുകളിലെ ഷെൽഫിൽ എപ്പോഴും വെയിറ്റ് കുറവായിരിക്കണം. നമ്മൾ വെയിറ്റ് കൂടുതലുള്ള ഐറ്റംസ് ഏറ്റവും മുകളിലെ തട്ടിൽ വെക്കുമ്പോൾ മുന്നോട്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഷെൽഫ് ഭയങ്കര വെയിറ്റുള്ള ഷെൽഫല്ല. നമ്മൾ മരത്തിൻ്റെ ഒക്കെ ഷെൽഫ് പോലെ വെയിറ്റ് ഇല്ല, ഭയങ്കര ലൈറ്റാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വെയിറ്റ് കൂടിയ ഐറ്റംസ് താഴെ വെക്കാൻ. പക്ഷേ ഇതിൻ്റെ ഈ ഒരു സ്റ്റീലിൻ്റെ റോഡുകളായതുകൊണ്ട് തന്നെ ഈ ഷെൽഫ് നല്ല സ്ട്രോങ് ആണ്. വെയിറ്റുള്ള ബുക്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിൽ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫിക്സ് ചെയ്ത് ഈ കാണുന്ന രീതിയിൽ ഒരു 2 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതിമത്തെ ആ പേപ്പറും കാര്യങ്ങളൊക്കെ കീറി ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, കുട്ടികൾ യൂസ് ചെയ്യുമ്പോൾ അത്ര കെയർ ചെയ്യില്ലല്ലോ. അങ്ങനെ ആ പേപ്പറൊക്കെ കീറിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ പേപ്പർ മുഴുവനായിട്ട് എടുത്ത് കളഞ്ഞ ശേഷം ആ ബുക്ക് ഷെൽഫിൻ്റെ ഓരോ തട്ടിലും പ്ലൈവുഡിൻ്റെ പീസസ് ചേട്ടൻ കട്ട് ചെയ്ത് ഇതുപോലെ ഫിക്സ് ചെയ്ത് തന്നു. ഇത് നമ്മൾ ഹോട്ട് ഗ്ലൂ ചെയ്തിട്ട് ഈ ഒരു ഷെൽഫുമ്മയ്ക്ക് ഒട്ടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ ഈ ഷെൽഫിന് നല്ല വെയിറ്റുമായി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ നല്ല കറക്റ്റായിട്ട് ഇരിക്കാൻ തുടങ്ങി. വെയിറ്റുള്ള ഐറ്റംസൊക്കെ നമുക്ക് മുകളിലും താഴെയൊക്കെ ഇപ്പോൾ വെക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡിൻ്റെ പീസസ് കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി. ആ ഒരു അഴികളിൽ കൂടെ ഐറ്റംസ് താഴെ വീഴാതെ കറക്റ്റ് ഇരുന്നോളും. അങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു ഐറ്റം 417 രൂപയ്ക്ക് എനിക്ക് വലിയ നഷ്ടമൊന്നും തോന്നിയില്ല. കാരണം ഇതിൻ്റെ ഫ്രെയിം നല്ല പെർഫെക്റ്റ് ആണ്. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ പ്രൊഡക്റ്റിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ പ്രൊഡക്റ്റ് ലിങ്ക് കിട്ടും. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.